إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആദരണീയരായ എൻ്റെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ കൂടി നിങ്ങളെ സംബോധന ചെയ്യാൻ പടച്ച തമ്പുരാൻ എനിക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരങ്ങളെയും ഹൈന്ദവ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഈസാ നബിയുടെ മരണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അദ്ദേഹം 23-ാം തീയതിയോ മറ്റോ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോ നിങ്ങൾ അദ്ദേഹത്തോട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുക. അതായത് ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തിൽ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ഖുർആനിൽ നിന്ന് ഒരു തെളിവ് തന്നാൽ അവരുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ വരും. ആ സദസ്സിൽ വെച്ച് അവരുടെ സ്റ്റേജിൽ കയറി ഞാൻ തൗബ ചെയ്ത് മടങ്ങും. അഹമ്മദിയ ജമാഅത്തിനെതിരിൽ ഞാൻ പ്രസംഗിക്കും എന്ന് മാത്രമല്ല, എന്റെ കൂടെ ഇവിടെയുള്ള അഹമ്മദികളും തൗബ ചെയ്ത് മടങ്ങും. നമുക്ക് ഈ പള്ളിയൊക്കെ തകർത്ത് കളയാം. പക്ഷേ വളരെ നിരാശയോടെയും വളരെ വേദനയോടെയും വളരെ ദുഃഖത്തോടെയും പറയട്ടെ, പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ വന്നു. പഴയങ്ങാടിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട് കൂടാളി. അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ കയറി തൗബ ചെയ്ത് മടങ്ങാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നത്. പക്ഷെ അന്നേ ഞാനൊരു കാര്യം പറഞ്ഞു, ഇവർ ഈ വിഷയം എടുക്കുകയില്ല, ഈ വിഷയം തൊട്ടാൽ പൊള്ളും. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, ആർജവമുണ്ടെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തെളിയിക്കുക. എന്നാൽ പിന്നെ മിർസ സാഹിബിന്റെ 80ഓളം ഗ്രന്ഥങ്ങൾ നമുക്ക് നോക്കേണ്ട പ്രശ്നമേ ഇല്ല. എന്റെ കയ്യിൽ ആ 80 ഗ്രന്ഥങ്ങളുമുണ്ട്. ഞാൻ ഇവിടെ കൂടാളിയില് ഞങ്ങൾ ഇപ്പോൾ പ്രസംഗിക്കുന്ന ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പരസ്യമായിട്ട് അത് കത്തിക്കും. ഞാൻ വില കൊടുത്തു വാങ്ങിയതാണ്.
ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അഹമ്മദിയ ജമാഅത്ത് വട്ടപൂജ്യമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? ആർജവമുണ്ട്. ഞാനീ പറയുന്ന പോലല്ല, വലിയ ശബ്ദത്തിലാണ് ആർജവമുണ്ട്, 1000 തവണ ആർജവമുണ്ട് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ വിചാരം ഒച്ചയിൽ വെച്ചിട്ട് ആർജവമുണ്ട് എന്ന് പറഞ്ഞാൽ ആർജവം തനിയെ വരൂന്ന. അങ്ങനെയുണ്ടോ ആർജവം വരല്? എന്നിട്ട് പറയാണ്, ഇസ്മായിൽ മൗലവി കേൾക്കുന്നുവെങ്കിൽ, ഇസ്മായിൽ മൗലവിയോടാണ് ഈ പറയുന്നത്. ഞാൻ ആ കല്ലിലിരുന്നുകൊണ്ട് ഇത് കേൾക്കുന്നുണ്ട്. ഇവിടത്തെ ആ കല്ലിലിരുന്നുകൊണ്ട് ഞാൻ കേൾക്കുന്നു. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ ഞാൻ വന്നിട്ടുണ്ടാവില്ല? എന്നിട്ട് പറയുന്നു, ഞങ്ങൾ അങ്ങനെ പേടിച്ചു പോകുന്ന പ്രസ്ഥാനമൊന്നും അല്ല. അത് മനസ്സിലായി ജനങ്ങൾക്ക്, പേടിച്ചു പോകുന്ന പ്രസ്ഥാനമല്ല. എനിക്ക് നല്ലവണ്ണവും മനസ്സിലായി. കാരണം ഞാനാണല്ലോ ഈ ആവശ്യം പറഞ്ഞത്. ഇസ്മായിൽ മൗലവിക്ക് ആദ്യം അറിയേണ്ടത് ഈസാ നബി മരിച്ചോ ഇല്ലേ എന്നാണ്. അതെ, അത് തന്നെയാണ് അറിയേണ്ടത്. എന്നിട്ട് പറയുന്നു, ഇസ്മായിൽ മൗലവിക്ക് സമാധാനം കിട്ടുന്നില്ല. ശരി തന്നെയാണ്, സമാധാനം കിട്ടുന്നില്ല. അതിനിത്ര അത്ഭുതപ്പെടാൻ എന്താണ്? സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാം. തൗബ ചെയ്തിട്ട് നിങ്ങളോട് വന്നാൽ ഒന്ന് സമാധാനമായിട്ട് അന്നെങ്കിലും കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാതിരാത്രി ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നത്. അന്ന് ഞങ്ങൾ പഴയങ്ങാടിയിലെത്തിയപ്പോ 12 മണിയായി. എന്നിട്ട് നമുക്ക് സമാധാനം തന്നോ? തന്നില്ല. എന്നിട്ട് പറയുന്ന, ഇത് പറഞ്ഞ് അവര് ചാടാൻ പഴുത് തേടുകയാണത്രേ. എന്ത് പഴുതാ ഞങ്ങൾ തേടുന്നത്? നിങ്ങളെന്ന് പറയുന്നില്ല, എന്നോട് പറയും. ഇസ്മായിൽ മൗലവി ഇത് പറഞ്ഞിട്ട് പഴുത് തേടുകയാണത്രേ. എനിക്കൊരു പഴുതുമില്ല. ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഞാൻ അഹമ്മദിയ ജമാഅത്തിൽ ചേർന്നത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈസാ നബി മരിച്ചു പോയിരിക്കുന്നു, ആ സ്ഥാനത്ത് മിർസാ സാഹിബിനെ അള്ളാഹ് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ വന്നത്. ഇതിനേക്കാൾ വലിയ വഴി അള്ളാഹുവിനെ കിട്ടും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിട്ടിട്ട് നിങ്ങളോട് വരും. എനിക്കൊരു മടിയുമില്ല. ഞാൻ മുമ്പേയും ആരെയും അംഗീകരിച്ചിട്ടില്ല, ഇപ്പോഴും ആരെയും അംഗീകരിക്കില്ല. ഞാൻ സ്വതന്ത്രനാണ്. അന്നും സ്വതന്ത്രനാണ്, ഇന്നും സ്വതന്ത്രനാണ്. പക്ഷേ മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിനെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ എന്ന നിലയിൽ വിശ്വസിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു തടവറയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ അതിനേക്കാൾ മികച്ചു തരികയാണെങ്കിൽ ഈ തടവറയിൽ നിന്ന് ഞാൻ പുറത്തു ചാടും. എന്നിട്ട് പറയുന്നത്, അങ്ങനെയൊന്നും ചാടാൻ സമ്മതിക്കൂല. എന്തൊരു പാടാ! ഞങ്ങൾ പറഞ്ഞു സമ്മതിക്കണോന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം എന്നോട് ചോദിക്കുകയാണ്, ഒരാൾ ഖാദിയാനിയാകുന്നതും ആകാതിരിക്കുന്നതും ഈസാ നബിയുടെ മരണത്തിൽ അയാൾക്കുള്ള വിശ്വാസം അനുസരിച്ചാണോ? അതെ എന്ന മറുപടി. സലഫി സാഹിബ് എന്റെ പ്രസംഗം ഇവിടെ എവിടെയെങ്കിലും നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കേട്ടോ, അത് തന്നെയാ. ഈസാ നബിയുടെ മരണം തന്നെയാണ്. ഈസാ നബി മരിച്ചത് കൊണ്ടാണ് മിർസാ സാഹിബിനെ ഞാൻ വിശ്വസിച്ചത്. എങ്കിലേ ശരിയാവൂ എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ യഹൂദിയായി പോവും. ആ പേടി കൊണ്ടാണ് ഞാൻ മിർസാ സാഹിബിനെ വിശ്വസിച്ചത്. അദ്ദേഹം ചോദിച്ചെന്താണ്, ഒരാൾ ഖാദിയാനി ആകുന്നതും ആകാതിരിക്കുന്നതും ഈസാ നബിയുടെ മരണത്തിൽ അയാൾക്കുള്ള വിശ്വാസം അനുസരിച്ചാണോ? അതെ, അനുസരിച്ചു തന്നെയാണ്. യാതൊരു മടിയും വേണ്ട. കാരണം എന്തറിയാവോ, ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നിന്ന് പുറത്തു ചാടണം. അദ്ദേഹത്തിന് നുബുവത്തിലേക്ക് വരണം. അദ്ദേഹത്തിന് നുബുവത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. അത് അല്ലാഹു തആല 2 വാക്ക് കൊടുത്തിട്ടുണ്ട്, ഖാതമൻ നബിയീൻ. അതല്ലാതെ വേറൊരായത്തും ഖുർആനിൽ നിന്ന് എടുക്കാനില്ല നബി വരാത്തതിന്. ഈ 2 പദം, ഖാതമൻ നബിയീൻ, ഖാതമൻ നബിയീൻ. സാധാരണ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എന്തെങ്കിലും ഒരു വാചകത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഉടനെ തിരിയുന്നത് ഇതിന് വേറെ വല്ല തെളിവുണ്ടോന്നാണ്.
അപ്പൊ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് ഖാത്തമുൻ നബിയീൻ. തൽക്കാലം അതൊന്ന് അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നിട്ട് 6665 വചനങ്ങളിൽ നബി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കുക. സംഗതി എളുപ്പമല്ലേ? അപ്പൊ ഖാത്തമുൻ നബിയീൻ കൊണ്ടുവന്ന് നുബുവത്ത് പറയണം. ഇതിലേക്ക് കയറിയാൽ രക്ഷയില്ല. എന്നിട്ട് വേറൊരു ചോദ്യം കൂടെ തൊട്ടു ചോദിക്കുന്നു. ഒരാൾ ഖാദിയാനി ആകുന്നതും അല്ലാതിരിക്കുന്നതും മിർസ നബിയാണോ അല്ലേ എന്ന കാര്യത്തെ ആസ്പദമാക്കിയാണ്. അത് നിങ്ങളാണോ പറയണ്ടേ? ഞങ്ങളല്ലേ പറയണ്ടേ? ഒരു അഹമ്മദി മിർസ സാഹിബിനെ വിശ്വസിക്കുന്നത് മിർസ നബിയാണോ അല്ലേ എന്ന കാര്യത്തെ ആസ്പദമാക്കിയാണെന്ന് എന്റെ സഹോദരൻ റഫീഖ് സലഫി സ്വയം അങ്ങ് നിശ്ചയിക്കുക. അങ്ങനെ അല്ല. ഞങ്ങൾ ഈസാ നബി മരിച്ചു പോയത് കൊണ്ടാണ് മിർസ സാഹിബ് നബിയായി നിശ്ചയിക്കുന്നത്. അതിന് തെളിവുണ്ട്. എന്നിട്ട് ഇതേ മെല്ലെ ഇങ്ങനെ വഴുതി മാറുന്നു. എങ്ങനെ? അടിസ്ഥാനം ഖത്തമുൻ നുബുവത്താണ്. അത് ആദ്യം തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാം. ഈ ഖത്തമുൻ നുബുവത്തിന്റെ പിറകെ എന്തിനു പോകണം? ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുഴുവൻ എന്തിന് പരതണം? എന്തിന് അതിന്റെ തഫ്സീർ പരതണം? മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ 80 ഗ്രന്ഥങ്ങളിൽ 80-ലേറെ എന്ന് പറഞ്ഞാൽ ചില ഗ്രന്ഥങ്ങളില് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിന്റെ ഒരു ഭാഗം 2 ഭാഗം, ചിലത് ലേഖനങ്ങൾ, അങ്ങനെ പല രീതിയിൽ അടിച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് കൃത്യതയില്ലാത്തതുകൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ നാളെ ആക്ഷേപം ഉന്നയിക്കരുത്. അതുകൊണ്ടാണ് 80-ലേറെ എന്ന് ഞങ്ങൾ പറയുന്നത്. ആ 80-ലേറെ ഗ്രന്ഥങ്ങൾ എന്തിന് നമ്മൾ വായിക്കണം? നൗസുബില്ലാ, നിങ്ങൾ പറയുന്ന ഒരു കള്ളപ്രവാചകനാണ്. ആ കള്ളപ്രവാചകൻ എന്തു എഴുതിക്കോട്ടെ. എന്തിനയാളുടെ പിറകെ പോണം? എന്തിന് പ്രസംഗിക്കണം? നമുക്കതിന്റെ ആവശ്യം എന്താണ്? അതെന്തിനു പറയണം? മിർസ സാഹിബ് മൂത്രം ഒഴിച്ചു, അതെന്ത് പറയണം? മിർസ സാഹിബിന്റെ മോജിസ് ഇത്താണ്, എന്തിനു പറയണം? അദ്ദേഹത്തിന്റെ പാടുകൊണ്ട് പോയിക്കോട്ടെ. നമുക്കൊരു തീരുമാനം, ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൊറ്റ വചനം ഇങ്ങോട്ട് ഓതി തന്നാ പോരെ. അതെന്താ ഇത്ര പ്രയാസം? മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിന്റെ വാദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആദ്യം കേൾപ്പിച്ചതാണ്, എന്നാൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. ആ മഹാത്മാവ് പറയുന്നു, ഞാൻ സത്യം ചെയ്തുകൊണ്ട് ഇതിനു മുമ്പേയും ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കത്തിലും ഞാൻ പറയുന്നു, ഏതൊരുവന്റെ കയ്യിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത് ആ അല്ലാഹുവാണ് സത്യം. ഏതൊരുവന്റെ കയ്യിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത് ആ അല്ലാഹുവാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പറഞ്ഞിട്ടുള്ളതായി സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും മറ്റ് സിഹാഹുകളിലും രേഖപ്പെട്ട് കിടക്കുന്ന ആ മസീഹ് മഊദ്, ആ വാഗ്ദത്ത മസീഹ്, ആ ഈസാ നബി ഞാനാകുന്നു. വകഫാ ബില്ലാഹി ഷഹീദാ. ഇതിന് അല്ലാഹു സാക്ഷിയാണ്. സാക്ഷിയായി അല്ലാഹു മതിയായവനാണ്. മിർസ ഗുലാം അഹ്മദുൽ ഖാദി അലൈഹിസ്സലാം നിങ്ങളോട് പറഞ്ഞ എന്താണ്? മേരെ ദഅവാ की बुनियाद ईसा की वफात पर है. देखो ये दलील किस तरह मजबूत है. എന്റെ വാദത്തിന്റെ അടിത്തറ, എന്റെ വാദത്തിന്റെ അടിക്കല്ല്, എന്റെ വാദത്തിന്റെ അസ്ഥിവാരം
അത് നിലനിൽക്കുന്നത് ഈസാ നബിയുടെ വഫാത്തിലാണ്. നിങ്ങൾ നോക്കുവിൻ, ഈ തെളിവ് എത്രമാത്രം ശക്തമാണ്. ആ ശക്തിയാണ് എന്റെ സഹോദരൻ റഫീഖ് സലഫി സാഹിബിന്റെ ഒളിച്ചോട്ടത്തിൽ നിന്ന് ഇവിടെ തെളിഞ്ഞത്. എത്ര പൈസ മുടക്കിയിട്ടാണ് ഈ മൈക്കൊക്കെ ഇവിടെ വെച്ച് കെട്ടുന്നത്. ഇനിയും നിങ്ങൾ വരണ്ടേ? ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന എത്ര ചെലവാ, എത്ര ആളുകളെയാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മുജാഹിദുകാരായ പ്രവർത്തകരോട് സലഫി സാഹിബ് പറയുന്ന ആ ആയത്തില്ലേ ഈസാ നബി ജീവിച്ചിരിക്കുന്നു എന്ന്, അതിങ്ങ് കൊണ്ടുവരൂ, നമുക്ക് നോക്കാം. ഒരു ചെറിയ ചരിത്ര സംഭവം ഞാൻ പറയാം, എത്രമാത്രം ശക്തമാണ് ഇതിന്റെ തെളിവെന്ന്. 1891 മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം അള്ളാഹു അറിയിച്ചു കൊടുത്തതനുസരിച്ച് ഈസാ നബി മരിച്ചു പോയിരിക്കുന്നു എന്നും തൽസ്ഥാനത്ത് തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നും വിളംബരം ചെയ്തത് 1889 അദ്ദേഹം ബൈഅത്ത് വാങ്ങുന്നത്. അത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ഈ വാദം പുറപ്പെടുവിക്കുന്നത് വരെ 1891 വരെ അദ്ദേഹത്തെ അറിയുന്ന മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു. 1885 അദ്ദേഹത്തിന് മുജദ്ദിദിയത്ത് എന്ന വാദമുണ്ടായി, അതും അവർ അംഗീകരിച്ചു. ബയ്യത്ത് വാങ്ങാൻ കൽപ്പനയുണ്ടായപ്പോൾ 89 ബയ്യത്ത് വാങ്ങി, അതും മുസ്ലിം ലോകം അംഗീകരിച്ചു, ഒരെതിർപ്പും പ്രകടിപ്പിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് ഇൽഹാമുകളിൽ ഗ്രന്ഥങ്ങൾ അടിച്ചു വന്നു. ഇൽഹാം ഉണ്ടാവില്ല എന്നാരും പറഞ്ഞില്ല. ഈ 1891 മറിയം, നിന്നെ ഞാൻ മറിയമിന്റെ പുത്രൻ ഈസ ആക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു അറിയിക്കുകയും ആ മഹാത്മാവ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഉത്തരേന്ത്യയിലെ പേരുകേട്ട വഹാബി പണ്ഡിതൻ, മുജാഹിദ് പണ്ഡിതൻ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ഇന്ത്യയിലെ വിവിധ മൗലവിമാരുമായി സംഘടിച്ച് 250 പേരുടെ ഒപ്പ് വാങ്ങിക്കൊണ്ടാണ് കുഫർ ഫത്വ നൽകിയത്. ആ 1891 മുല്ല നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരാള് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുടെ അടുക്കൽ വന്നു. അദ്ദേഹം ഒരു മുജാഹിദ് പ്രവർത്തകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിർസ സാഹിബ് നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ഈസാ നബി മരിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കാം. നമുക്കറിയാലോ ഈസ ആകാശത്തുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ. അപ്പൊ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറഞ്ഞു, ഞാനില്ല. ആ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട് ഈസാ നബി മരിച്ചിട്ടില്ല. അപ്പൊ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറഞ്ഞു, 20 ആയത്തുകളുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം ഖാദിയാനിലേക്ക് പോയി. എന്തിനു വേണ്ടി? മിർസ സാഹിബിനെ ഈ വാദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഖാദിയാനിൽ വന്ന് മിർസ സാഹിബിനെ കണ്ടിട്ട് ആദ്യം ചോദിച്ചത്, അല്ല, ഈസാ നബി മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, അതെവിടെയാ? അത് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി 20 ആയത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നു എന്നതിന്. ഒരു പക്ഷേ മിർസ സാഹിബിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല, ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് 20 ആയത്ത് ഞാൻ കൊണ്ടുവന്നാൽ നിങ്ങൾ ഈ വാദത്തിൽ നിന്ന് പിന്മാറുമോ?
ഇപ്പൊ മിർസ സാഹിബ് പറഞ്ഞു 20 എന്തിന്, ഒരൊറ്റ ആയത്ത് കൊണ്ടുവന്നാ മതി, ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങും, എന്റെ വാദത്തിൽ നിന്ന് പിന്മാറും. പാപം മുല്ല നിസാമുദ്ദീൻ തിരിച്ച് ബട്ടാലയിലെത്തി. എന്നിട്ട് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയോട് പറഞ്ഞു, മിർസ സാഹിബിനെ ഞാൻ പരാജയപ്പെടുത്തിയിട്ടാ വരുന്നത്. അതെങ്ങനെ? ഞാൻ പറഞ്ഞു ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഖുർആനിൽ 20 ആയത്തുണ്ട്. മിർസ സാഹിബ് പറഞ്ഞു ഒരൊറ്റ ആയത്ത് കൊണ്ടുവന്നാൽ മതി, പശ്ചാത്തപിച്ച് മടങ്ങാം. നല്ല മനുഷ്യനല്ലേ, പശ്ചാത്തപിച്ച് മടങ്ങിക്കോട്ടെ, അതൊന്ന് എഴുതിത്ത. ഉടനെ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറഞ്ഞതായി മുല്ല നിസാമുദ്ദീൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഹദീസുകളെ കുറിച്ചൊന്നും ചോദിച്ചില്ലേ? ഈ വഹാബിസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഖുർആൻ എന്നവർക്ക് ബാധകമല്ല, ഹദീസുകൾ ഇവിടെയും പറയാറില്ലേ, ആവർത്തിച്ച് നിരവധി ഹദീസുകളുണ്ട്, നിരവധി ഹദീസുകളുണ്ട്. നിരവധി ഖുർആൻ ആയത്തുകളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നിരവധി ഹദീസുകളുണ്ട്. എന്നിട്ട് ഇവർക്ക് തോന്നുന്നതൊക്കെ ലൈഫ് എന്ന് പറയും. മറുപടി എളുപ്പമാണല്ലോ, ലൈഫ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിയുടെ ഫത്വ എന്താണെന്നറിയോ? എത്ര ബലഹീനമായ ഹദീസാണെങ്കിലും വേണ്ടില്ല, ലൈഫ് ആണെങ്കിലും വേണ്ടില്ല, അത് പുലർന്നു കഴിഞ്ഞാൽ അത് ശക്തമാണ്, ബലഹീനമല്ല. അതാ അഹമ്മദികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ മുല്ല നിസാമുദ്ദീൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറഞ്ഞു, പഹയ, നീ മിർസ സാഹിബിനെ അല്ല പരാജയപ്പെടുത്തിയത്, എന്നെയാണ്. കാരണം ഞാൻ ഹദീസുകളിലേക്ക് മിർസ സാഹിബിനെ വലിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹം ഇതിലേക്ക് വരുന്നില്ല. ഖുർആൻ ആണെങ്കിലോ, ഖുർആൻ മിർസ സാഹിബിന്റെ വാദത്തെ പച്ച പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിർസ സാഹിബിന്റെ വാദത്തെ പച്ച പിടിപ്പിക്കുന്നു. മുല്ല നിസാമുദ്ദീൻ പിന്നീട് അഹമ്മദിയായി അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി എന്നോട് പറഞ്ഞ ഇതാണ്, വിശുദ്ധ ഖുർആൻ മിർസ സാഹിബിന്റെ വാദത്തെ പച്ച പിടിപ്പിക്കുന്നു. ഉടനെ മുല്ല നിസാമുദ്ദീൻ ചോദിച്ചു, അപ്പൊ ഖുർആൻ നിങ്ങളുടെ ഭാഗത്തില്ല, മിർസ സാഹിബിന്റെ ഭാഗത്താ? മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറഞ്ഞു, എന്താ ഞാൻ പറയാ? ഉടനെ തന്നെ മുല്ല നിസാമുദ്ദീൻ ബട്ടാലയിൽ നിന്ന് കുതിരവണ്ടി കയറി ഖാദിയാനിലേക്ക്. അവിടെ ചെന്നിട്ട് മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിക്ക് ബൈഅത്ത് ചെയ്തു സഹാബിയായി. മുല്ല നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഇതാണ് ഈസാ നബിയുടെ വിഷയം ശക്തമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് മുജാഹിദുകാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളോട് പറയാറില്ലേ നിങ്ങളുടെ പണ്ഡിതന്മാര്? ഇനി വേറൊരു സംഭവം കേട്ടോ. 1933 കുറ്റിച്ചിറ വെച്ചിട്ട് ഉജ്ജിന്റെ അകത്ത് തറവാട്ടിൽ വെച്ച് ഒരു വാദപ്രതിവാദം നടന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ അജയ്യനായ തേരാളി മൗലാന അബ്ദുല്ല സാഹിബുമായിട്ടായിരുന്നു വാദപ്രതിവാദം. മുജാഹിദുകളുടെ അനിഷേധ നേതാവായിരുന്ന KM മൗലവി സാഹിബായിരുന്നു എതിർപക്ഷത്ത്. മധ്യസ്ഥന്മാരിൽ ഒരാളായ പുതിയകത്ത് ഖാദിരിക്കോയ സാഹിബ് ആ സദസ്സിൽ വെച്ചിട്ട് ചോദിച്ചു, ഏത് വിഷയത്തെ കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത്? അഹമ്മദിയ ജമാഅത്തിന്റെ മൗലവി മൗലാന അബ്ദുല്ല സാഹിബ് എച്ച് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരൊറ്റ വിഷയം പെട്ടെന്ന് തീരും, എല്ലാ യോഗങ്ങളും തീരും, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാം. മിർസ സാഹിബിന്റെ ഗ്രന്ഥവും എടുക്കണ്ട, വേറെ ഹദീസുകളും തിരയേണ്ട, ഒന്നും തിരയേണ്ട. ഈസാ നബി ആകാശത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു തെളിവ്. അതുകൊണ്ട് ഈസാ നബിയുടെ വഫാത്ത് ആദ്യ വിഷയം. മധ്യസ്ഥന്മാർക്ക് പൂർണ്ണമായും അത് ഇഷ്ടപ്പെട്ടു, കാരണം പെട്ടെന്ന് പോകാലോ. അങ്ങനെ വാദപ്രതിവാദം തുടങ്ങി. വമാ ഖതലൂഹു വമാ സലബൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചു കൊന്നിട്ടുമില്ല. ഉടനെ KM മൗലവി ചോദിച്ചു, അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരോ? വമാ ഖതലൂഹു, അതിൽ തന്നെ സലബ വന്നില്ലേ, പിന്നെന്തിനാ സലബൂഹു എന്ന് പറഞ്ഞേ?
മൗലാന അബ്ദുല്ല സാഹിബ് പറഞ്ഞു, അത് ഖുർആന്റെ ഒരു പ്രയോഗമാണ്. വൽ മലായികത്തു ജിബ്രീൽ, അതായത് മലക്കുകളും ജിബ്രീലും. മലക്കുകളിൽപ്പെട്ട ആളല്ലേ ജിബ്രീല്. ഇത് പറഞ്ഞ ഉടനെ തന്നെ ദൃക്സാക്ഷികൾ പറയുന്നു, KM മൗലവി ഇങ്ങനെ ഒരുമാതിരി അബോധാവസ്ഥയിലേക്ക് പോകുന്ന പോലായി. കാരണം ആളുകൾ ഒരുപാടുണ്ടേ. മൗലവി സാഹിബ് പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ. അങ്ങനെ അഹമ്മദിയ മുബല്ലിഗ് സാഹിബ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, അദ്ദേഹം വെള്ളം കുടിച്ചു. ചരിത്രമുണ്ട് ഈ സംഭവത്തിന്റെ. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മരണം എത്രമാത്രം ശക്തമാണ്. സലഫിക്ക് അതെടുക്കാൻ സാധ്യമല്ല. കാരണം ഈസാ നബി മരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം എന്നോടൊരു ചോദ്യം, ഇസ്മായിൽ മൗലവി പറഞ്ഞു 1 കോടി രൂപ തരാമെന്ന്. ഇസ്മായിൽ മൗലവി അല്ല പറഞ്ഞത്. CD നല്ലവണ്ണം കേൾക്ക്. ഇസ്മായിൽ മൗലവിയുടെ കയ്യിൽ എവിടെയാ പണം? അഹമ്മദിയ ജമാഅത്തിന്റെ 4ാമത്തെ ഖലീഫ മിർസ താഹിർ അഹമ്മദ് അഹമ്മദിയ ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരും ഈസാ നബിയെ ജീവനോട് ഇറക്കിക്കൊണ്ടുവന്നാൽ. അതിന് എന്നോട് പറയാം, ഞാൻ ഇസ്മായിൽ മൗലവിക്ക് 2 കോടി തരുമെന്ന്. എനിക്കെന്തിനാ വേണം? നമ്മൾ തമ്മിൽ വിശ്വാസകാര്യമല്ലേ സുഹൃത്തെ? നമ്മൾ തമ്മിൽ പിണക്കമുണ്ടോ? ഞാൻ താങ്കളുടെ സ്റ്റേജിൽ കയറി വന്നിട്ട് താങ്കളെ മുട്ടി വിളിച്ചു, അസ്സലാമു അലൈക്കും പറഞ്ഞു, ഞാൻ മൗലവി മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ലേ? നമ്മൾ തമ്മിൽ എന്തിന് സൗഹൃദമല്ലേ വേണ്ടത്? എന്തിനാ വെറുപ്പും വിദ്വേഷവും ഒക്കെ? ഇത് ആശയമാണ്, ഈമാന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട. ഞാൻ ആദ്യം എന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ മുമ്പേ പറഞ്ഞിരുന്നു, മർമ്മം നോക്കി വേണ്ടിയിട്ട് അടിക്കാൻ. മൂർഖന്റെ മർമ്മം നോക്കി അടിച്ചില്ലെങ്കിൽ അത് തിരിച്ചു കൊത്തും. അതുപോലെ മർമ്മമാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ എന്തെല്ലാം ഈസാ നബിയുടെ കാര്യം, ഈസാ നബി പിന്നെ കാര്യം പറഞ്ഞാലും വേണ്ടില്ല, മിർജാ സാഹിബിന്റെ കാര്യം പറഞ്ഞാലും വേണ്ടില്ല, മിർജാ സാഹിബിന്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു വേണ്ട. ഒരു അഹമ്മദിക്കും ഒരു കുലുക്കവും തട്ടൂല. കാരണം എന്താന്ന് പറയാ, അതൊക്കെ അവർക്ക് അറിയാം. എന്റെ സുഹൃത്ത്, എന്റെ സഹോദരൻ റഫീഖ് സലഫിക്ക് ഒരു വല്ലാത്ത തെറ്റുധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താറിയാവോ? അദ്ദേഹം അതിനാണ് മിർജാ സാഹിബിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഓരോന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം ഇതെല്ലാം ഞങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, അഹമ്മദിയ പണ്ഡിതന്മാര് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹമാണ് ഇത് അഹമ്മദികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാ. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഏത് അഹമ്മദി കുട്ടിയോടും ചോദിച്ചോ, അവരെല്ലാം ഇത് തന്നെ പറയും. അതിൽ യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. എല്ലാം അവർക്കറിയാം. ഞങ്ങൾ എല്ലാ ആക്ഷേപങ്ങളും അവരെ കേൾപ്പിക്കാറുണ്ട്, അതിന് മറുപടിയും പറയാറുണ്ട്. അവര് ചോദിക്കാറുണ്ട്, ഞങ്ങൾ മറുപടി പറയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാവോ? അവരുടെ ഈമാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന വേണ്ടല്ല. നിങ്ങൾ പഠിപ്പിച്ചുവിടെ നിങ്ങളെ ചെറുപ്പക്കാരില്ലേ, അവര് വന്നിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാം. നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ അനുയായികളെ പഠിപ്പിച്ചാലും വേണ്ടില്ല, എന്തെല്ലാം കുത്തി തിരികെ കൊടുത്താലും വേണ്ടില്ല, നിങ്ങളുടെ അണിയിലുള്ള ഏതെങ്കിലും ഒരു അഹമ്മദി കുട്ടിയോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ അനുയായി വെള്ളം കുടിക്കും, അത് സംശയമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആല മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമയോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല, അതോടുകൂടി എല്ലാം തീരും. അതുകൊണ്ട് ആ വിഷയത്തിൽ വേണം നിങ്ങൾ വരേണ്ടത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മിർജാ സാഹിബിന്റെ നുബുവത്തിനെ കുറിച്ച് ഇങ്ങനെ 5-6 ഉദ്ധരണികൾ കേൾപ്പിച്ചു. 1890 നിഷാനെ ആസ്മാനി, 1891 ഇസാലെ ഔഹാം. കേട്ടോ അദ്ദേഹം പറയാ, ഖാത്തമുൻ നബി എന്ന് പറഞ്ഞു, ലാ നബിയെ ബാദി എന്ന് പറഞ്ഞു, എനിക്ക് ശേഷം നബി ഇല്ല എന്ന് പറഞ്ഞു. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ അവിടുന്ന് ഒരു 10 വർഷവും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് 1891 ഒരു ഉദ്ധരണിയാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ വാദം എന്താണ്, എന്നിട്ട് അതിന് മറുപടി പറയുക. ആ വാദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല.
അദ്ദേഹത്തിന്റെ വാദം എഴുതിയിട്ടുള്ള ബുക്കുകൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് അദ്ദേഹം പറയുന്നത്? വെറുതെ കഥയറിയാതെ ആട്ടം കണ്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് മിർസ ഗുലാം മുഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം നിങ്ങളുടെ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുന്നു, വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ മുദ്ര ആയിരിക്കെ അദ്ദേഹത്തിന് ശേഷം പുതിയൊരു പ്രവാചകൻ വരുന്നതെങ്ങനെ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഇതാണ്. റഫീഖ് സലഫിയാണ് ഇവിടെ ചോദിച്ചത്. മിർസ ഗുലാം മുഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം തന്റെ വാദം പറയുകയാണ്. ഇവിടെയുള്ള എന്റെ മുജാഹിദ് സഹോദരന്മാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്ക്. ഇനിയും അദ്ദേഹം വന്ന് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആ മൗലവി പറഞ്ഞു മിർസ സാഹിബിന്റെ വാദം അതല്ല, ഇതാണ്. നിങ്ങൾ ഇങ്ങനെ ചൊറയുണ്ടാക്കാതെ, ഞമ്മക്കിവിടെ തലവേദനയാണ്. അതുകൊണ്ടുള്ളത് ഉള്ളതുപോലെ പറ. എന്നിട്ട് പറയുന്നു, തീർച്ചയായും ഈസാ നബിയുടെ ആവിർഭാവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിലും അദ്ദേഹത്തിന് 40 കൊല്ലക്കാലം വെളിപാടുകൾ തുടരുന്നതിലും, എന്നിട്ട് പറയുന്നു, തിരുനബിയുടെ പ്രവാചകത്വ കാലയളവിനേക്കാൾ കൂടിയതാണിതെന്നോർക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയുള്ള പുതിയതോ പഴയതോ ആയ ഒരു നബിയും വരാൻ പാടില്ല. അത്തരമൊരു വിശ്വാസം ഗുരുതരമായ കുറ്റം തന്നെയാണെന്നതിൽ സംശയമില്ല. വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ, എങ്കിലും അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനും ഖാതമുൻ നബിയീനും ആകുന്നു എന്ന ഖുർആൻ വാക്യവും, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല എന്ന ഹദീസും അത്തരം തെറ്റായ സിദ്ധാന്തത്തിന്റെ പ്രത്യക്ഷമായ അസത്യത്തെ തെളിയിച്ചു കാട്ടുന്ന പ്രബലമായ സാക്ഷ്യമാകുന്നു. ഞാൻ അത്തരം വിശ്വാസങ്ങൾക്ക് തികച്ചും എതിരായിരിക്കുന്നതിന് പുറമെ വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ, എങ്കിലും അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരുടെ മുദ്രയുമാകുന്നു എന്ന ഖുർആൻ വാക്യത്തിൽ സുദൃഢമായ വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു. ഈ വാക്യത്തിൽ നമ്മുടെ എതിരാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ എന്റെ സഹോദരൻ റഫീഖ് സലഫിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു വലിയ പ്രവചനം അടങ്ങിയിരിക്കുന്നു. അതിതാകുന്നു, തിരുനബിയുടെ ആവിർഭാവത്തിന് ശേഷം കാലാവസാനം വരെ ലോകത്ത് പ്രവചനശേഷിയുടെ ദിവ്യമായ വരദാനം തടയപ്പെട്ടിരിക്കും എന്നതത്രേ അത്. ഹിന്ദുവോ ജൂതനോ ക്രിസ്ത്യാനിയോ നാമമാത്ര മുസ്ലിമോ ആയിട്ടുള്ള ഏതൊരാൾക്കും തന്റെ പേരിൽ നബി എന്ന സ്ഥാനപ്പേർ സ്വീകരിക്കുന്നതിന് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. ഈ അത്യുന്നതമായ പദവിക്ക് സിറാത്തെ സിദ്ദീഖി ഒഴിച്ചുള്ള മറ്റെല്ലാ സമീപന മാർഗങ്ങളും തിരുനബിയോടുള്ള പ്രേമാതിരേകത്തിൽ പൂർണ്ണമായ ആത്മസംഹൃതിക്ക് തുല്യമായിട്ടുള്ളതാണിത്. ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മുകളിൽ പറഞ്ഞ കാര്യവുമായി. ആ വാതിലിലൂടെ അള്ളാഹുവിനെ സമീപിക്കുവാൻ ശ്രമിക്കുന്നവൻ പ്രവാചകത്വത്തിന്റെ കുപ്പായം, അത് പക്ഷേ തിരുനബിയുടെ പ്രവാചകത്വത്തിന്റെ അംശം തന്നെയാകുന്നു. ശ്രദ്ധിക്കുക, തിരുനബിയുടെ പ്രവാചകത്വത്തിന്റെ അംശം തന്നെയാകുന്നു. അണിഞ്ഞയാളായിരിക്കണം. അത്തരം പ്രവാചകവാദി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ഹാനിപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത്തരം ഒരാളുടെ പ്രവാചകത്വം തന്നെത്താൻ നിലനിൽക്കുന്നതോ സ്വതന്ത്രമായിട്ടുള്ളതോ അല്ല. തന്നിലുള്ള നന്മകളും അയാൾ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് നേടിയെടുത്തതല്ല.
പ്രത്യുത എല്ലാ ഔദാര്യങ്ങളുടെയും നന്മകളുടെയും പ്രഭവ കേന്ദ്രമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആവാഹിച്ചെടുത്തിട്ടുള്ളതാകുന്നു. അതുകൊണ്ട് അത്തരം ഒരാൾ സ്വന്തം ഔന്നത്യവും സ്ഥാനവും ഉയർത്താനല്ല, നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവൽക്കരണത്തിനായിട്ടാണ് നബി ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ മഹാത്മാവ് സ്വർഗത്തിൽ മുഹമ്മദും അഹമ്മദുമായി അറിയപ്പെടുമാറായിരിക്കുന്നത്. മുഹമ്മദിന്റെ പ്രവാചകത്വം മറ്റാരിലുമല്ലാതെ മുഹമ്മദിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ പദവി അവകാശപ്പെടുന്ന ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഗുണങ്ങളെയും തന്നിൽ പ്രതിഫലിപ്പിക്കുകയും ആ മഹാത്മാവിനോടുള്ള കടപ്പാടിനെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ പുണ്യാത്മാവിന്റെ നിഴലെന്നോണം പ്രവർത്തിക്കുന്നതായിരിക്കും. അങ്ങനെ മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദ് മനുഷ്യരായ നിങ്ങളെല്ലാവരുടെയും പിതാവല്ല, എന്നാൽ ആ മഹാത്മാവ് അള്ളാഹുവിന്റെ റസൂലും നബിമാരുടെ മുദ്രയുമാകുന്നു എന്ന വാക്യത്തിന് ഇങ്ങനെ വ്യാഖ്യാനം നൽകാം: ലൈസ മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിദ് ദുനിയാ വലാകിൻ ഹുവ അബുൻ ലിരിജാലിൽ ആഖിറതി ലിഅന്നഹു ഖാതമൻ നബിയീന വലാ സബീലി ഇലാ ഫുയൂദില്ലാഹി മിൻ ഗൈരി തവസ്സുതിഹി. മുഹമ്മദ് ഈ ലോകത്തുള്ള മനുഷ്യരിൽ ആരുടെയും പിതാവല്ല, എന്നാൽ പരലോകത്തുള്ള മനുഷ്യരുടെ പിതാവാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ദിവ്യാത്മാവ് പ്രവാചകന്മാരുടെ മുദ്രയാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹ കാരുണ്യത്തിലേക്കുള്ള ഒരു സമീപനവും ആ മഹാത്മാവിന്റെ മാധ്യസ്ഥത്തിലൂടെ അല്ലാതെ തുറന്നു കിടക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ എന്റെ പ്രവാചകത്വം നല്ലവണ്ണം കേൾക്കുക. മുജാഹിദ് സഹോദരന്മാരെ പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവരും ഉണ്ട്, പക്ഷെ മുജാഹിദുകാരോടായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നല്ലവണ്ണം കേൾക്കുക. ചുരുക്കം പറഞ്ഞാൽ എന്റെ പ്രവാചകത്വം എന്റെ സ്വന്തം മുഖേനയല്ല, മറിച്ച് ഞാൻ മുഹമ്മദും അഹമ്മദുമായിരിക്കുന്നത് മുഖേനയാകുന്നു. ഞാൻ പദവിയിൽ അനുഗ്രഹീതനായിരിക്കുന്നത് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്നെ പരിപൂർണമായും ആഹൂതി ചെയ്തിട്ടുള്ളത് കൊണ്ടത്രേ. ഏക് ഗലത്തി കാ ഇസാല 1901 നവംബർ 5 പേജ് 3-4. അപ്പൊ ഈ ഉദ്ധരണി നല്ലവണ്ണം മനസ്സിലാക്കുക. ഇത് ഞങ്ങൾ അഹമ്മദികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മൗലവി മഹ്മൂദ് അഹമ്മദ് സാഹിബ് നിങ്ങളെ സംബോധന ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ്. അദ്ദേഹം